എവറി ഗ്രേറ്റ് അച്ചീവ്മെൻറ്റ് സ്റ്റാർട്ട്സ് വിത്ത് പ്രിപ്പറേഷൻ. ക്യാമറ സ്റ്റാർട്ട് ചെയ്യുന്നതിനും ക്ലാസ് തുടങ്ങുന്നതിനുമൊക്കെ എത്രയോ മുന്നേ തന്നെ വീഡിയോയിലേക്കുള്ള യാത്ര തുടങ്ങുകയാണ്. ഓരോ ക്ലാസ്സിനും വേണ്ടിയുള്ള റിസർച്ചും പ്രിപ്പറേഷനുമാണ് ആ കാണാൻ കഴിയാത്ത മണിക്കൂറുകൾ. ഓരോ കോൺസെപ്റ്റുകളും ഏറ്റവും സിമ്പിളാക്കി ബ്രേക്ക് ഡൗൺ ചെയ്യുക എന്നതാണ് ടാർഗറ്റ്. അതിനുവേണ്ടി NCERTയും അതിൻ്റെ പുറമെ സ്റ്റാൻഡേർഡ് ടെക്സ്റ്റ് ബുക്കുകളും വായിക്കും. ഒരു ടെക്സ്റ്റ് ബുക്ക് മാത്രം റെഫർ ചെയ്തുകൊണ്ട് നമുക്ക് ഒരിക്കലും ക്ലാസ് എടുക്കാൻ പറ്റില്ല. അപ്പോൾ അതിനുവേണ്ടി ഒരു 4 to 5 ടെക്സ്റ്റ് ബുക്സ് ആണ് നമ്മൾ റെഫർ ചെയ്യുക. അപ്പോൾ അതിൽ പല ടെക്സ്റ്റ് ബുക്കിലും പല ആംഗിളിലായിരിക്കും കാര്യം പറഞ്ഞിട്ടുണ്ടായിരിക്കുക. അതെല്ലാം പല ലേയേഴ്സും എല്ലാം കോംപ്രിഹെൻഡ് ചെയ്തിട്ടുള്ള ഒരു കംപ്ലീറ്റ് പാക്കേജ് ആയിരിക്കും ഓരോ ക്ലാസ്സും ഓരോ വീഡിയോയും. ഇനി ഈ കോൺസെപ്റ്റുകൾ ഏറ്റവും സിമ്പിൾ ആയിട്ടുള്ള ഡയഗ്രാംസ് ആക്കി മാറ്റുക എന്നതാണ് അടുത്ത ടാസ്ക്. അങ്ങനെ ഓരോ ചിത്രങ്ങളും സിമ്പിൾ ആവുന്നതിൻ്റെ കൂടെ തന്നെ സയൻറ്റിഫിക്കലി ആക്യുറേറ്റും ആവേണ്ടതുണ്ട്. അതുകൊണ്ട് തന്നെ വീഡിയോയിൽ പഠിപ്പിക്കാനായി വരയ്ക്കുന്ന ചിത്രങ്ങൾ ഒന്നിലധികം ടെക്സ്റ്റ് ബുക്കുകളിൽ നിന്നായി വായിച്ചും കണ്ടും കിട്ടുന്നതാണ്. പലപ്പോഴും സയൻസിലെ ഡയഗ്രാംസ് നമ്മളുടെ സയൻസിൻ്റെ അണ്ടർസ്റ്റാൻഡിങ്ങിൻ്റെ ആഴം കൂട്ടുന്നതായിട്ട് എനിക്ക് തോന്നിയിട്ടുണ്ട്. ഇങ്ങനെ ചിത്രങ്ങളെല്ലാം വരച്ചെടുക്കാൻ ഞാൻ മണിക്കൂറുകൾ സ്പെൻഡ് ചെയ്യാറുണ്ട്. ഈ പ്രിപ്പറേഷൻ എല്ലാം കഴിഞ്ഞ് 2 or 3 തവണ റിഹേഴ്സ് ചെയ്തതിന് ശേഷം മാത്രമേ സ്റ്റുഡിയോക്കകത്ത് പോവുകയുള്ളൂ. ഇനിയാണ് ഷൂട്ടിംഗ് തുടങ്ങാൻ പോകുന്നത്. വീഡിയോ ഷൂട്ട് ചെയ്യാൻ വേണ്ടി മാത്രം കസ്റ്റമൈസ്ഡ് ആയിട്ടുള്ള ഒരു ടീഷർട്ട് ഉണ്ട്. ഓരോ തവണയും ക്യാമറയ്ക്ക് മുന്നിൽ വരുമ്പോൾ ഏത് ഡ്രസ്സ് ഇടണം എന്ന് ചിന്തിച്ച് സമയം കളയാതിരിക്കാനാണ് ഈ ടീഷർട്ട് ഡിസൈൻ ചെയ്തത്. അപ്പം എന്തുകൊണ്ടാണ് ക്രോസ് ഓവർ എന്ന് പറയുന്ന ഒരു റാൻഡം പ്രോസസ് ആവുന്നത്? ഇപ്പം ഞാൻ ഇവിടെ 2 ഹോമലോഗസ് ആയിട്ടുള്ള ക്രോമസോംസ് ആണ് ഇവിടെ ഉള്ളത്. ഈ ഹോമലോഗസ് ക്രോമസോംസിന്റെ നോൺ സിസ്റ്റർ ക്രോമാറ്റിഡ്സിൽ തമ്മിലാണ് ക്രോസ് ഓവർ നടക്കുന്നത് നമ്മൾ പറഞ്ഞു. അതിൽ ഏത് പോയിന്റിൽ വേണമെങ്കിലും ക്രോസ് ഓവർ ചെയ്യപ്പെടാം. ഷൂട്ട് ചെയ്യുന്ന സമയത്ത് പലപ്പോഴും ഒന്നിലധികം തവണ റീടേക്സ് എടുക്കാറുണ്ട്. കാരണം ഒറ്റ തവണ മാത്രമേ നമ്മൾ വീഡിയോ അപ്ലോഡ് ചെയ്യുന്നുള്ളൂ. ആ വീഡിയോ ആണ് ഇനി അങ്ങോട്ടേക്കുള്ള കാലം അത്രയും കുട്ടികൾക്ക് പഠിക്കാനുള്ളത്. ചെയ്യപ്പെടാം എന്നുള്ളതാണ് നമ്മളിവിടെ മനസ്സിലാക്കേണ്ടത്. ഷൂട്ടിംഗ് കഴിഞ്ഞാൽ പിന്നെ എഡിറ്റിംഗ് ആണ്. ഒരുപാട് റീടേക്കുകളും തെറ്റും തിരുത്തും എല്ലാം മാറ്റി ഒരു വീഡിയോ അതിൻ്റെ പൂർണ്ണതയിലേക്ക് എത്തിക്കുന്നത് എഡിറ്റിങ്ങിലൂടെയാണ്. എഡിറ്റിങ്ങിൽ ഒരുപാട് സമയം ഞാൻ സ്പെൻഡ് ചെയ്യാറുണ്ട്. കാരണം അത് അത്രയും വേർത്താണ്. അപ്പൊ ഇത് ഒന്നാമത്തെ പോയിന്റ്. ഇതിന് ഞാൻ 1 എന്ന് കൊടുക്കുകയാണ്, 2, 3 അങ്ങനെ ഞാൻ നമ്പറിങ് ചെയ്യുകയാണ്. അപ്പൊ നോക്ക്, അപ്പോൾ ഇങ്ങനെയാണ് നമ്മളുടെ ഓരോ വീഡിയോസും പുറത്തിറങ്ങുന്നത്. ഒരുപാട് സമയമാണ് ഓരോ വീഡിയോയ്ക്കും വേണ്ടി നമ്മൾ സ്പെൻഡ് ചെയ്യുന്നത്. തീർച്ചയായിട്ടും പ്രിപ്പറേഷനും അതിൻ്റെ ഡയഗ്രാംസ് വരയ്ക്കാനും എല്ലാം കോർഡിനേറ്റ് ചെയ്യാനും വീഡിയോ റെക്കോർഡ് ചെയ്യാനും എഡിറ്റ് ചെയ്യാനും ഒക്കെ ആയിട്ടാണ് സമയം പോകുന്നത്. അപ്പോൾ ഇതാണ് ഈ ഒരു നിങ്ങൾ കാണുന്ന ഓരോ ക്ലാസ്സിൻ്റെ ഈ ഒരു ബിഹൈൻഡ് ദ സീൻസ് എന്ന് പറയുന്നത്. ഞാൻ ഈ സ്പെൻഡ് ചെയ്യുന്ന ടൈം വളരെ അധികമായിട്ടൊന്നും എനിക്ക് തോന്നുന്നില്ല. കാരണം ഓരോ സ്റ്റുഡൻറ്റും ബെസ്റ്റ് തന്നെ ഡിസേർവ് ചെയ്യുന്നുണ്ട് എന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്.